സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ശാന്തമായ ഒരു സമയമാണ് ജുമുഅയുടെ സമയം. ജുമുഅ ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു അത് നൽകും. അതേത് സമയമാണെന്ന് പറയൂ പ്രവാചകരെ. പ്രവാചകൻ ആ സമയം വ്യക്തമാക്കിയില്ല. ജുമുഅ ദിവസത്തിലെ ഖുതുബയുടെ സമയമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഖുതുബക്ക് വേണ്ടി ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പുള്ള സമയമാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. ഖുതുബക്ക് ശേഷമുള്ള സമയമാണെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട്. വളരെ പുണ്യമുള്ള, പാവങ്ങളുടെ ഹജ്ജ് എന്നറിയപ്പെടുന്ന, വിശ്വാസികളുടെ പെരുന്നാൾ എന്നറിയപ്പെടുന്ന മഹത്തായ ഒരു കർമ്മമാണ് ജുമുഅ, ഖുതുബ, നമസ്കാരം, മറ്റു കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് ശേഷം നിങ്ങൾ ഇരിക്കുന്ന ഏറ്റവും പുണ്യമുള്ള സമയവും സ്ഥലവും ആരാധനയും കൂടിയാണ് ഇത് എന്ന ഓർമ്മയും ബോധ്യവും ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കർമ്മഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയുള്ള കുറേ കാര്യങ്ങളുടെ കൂട്ടത്തിലുള്ള, നമ്മുടെ ഓട്ടത്തിനിടയിലുള്ള ഏതാനും കാര്യങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധാരണ കാര്യമായി അതിനെ കാണാതിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്താനാണ് ആമുഖത്തിൽ അത് സൂചിപ്പിച്ചത്. അത്തരത്തിൽ ചില ഗൗരവം നമ്മുടെ കർമ്മങ്ങളോടും ആരാധനകളോടും അള്ളാഹുമായി നമുക്കുള്ള ബന്ധങ്ങളെയും ഒക്കെ പരിഗണിച്ച് മുത്തഖിയായി ജീവിക്കുക എന്നതാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഒരു ബാധ്യത എന്ന് പറയുന്നത്. ആ തരത്തിൽ മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഓരോ ആഴ്ചയും മിമ്പറിലേക്ക് കയറുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മോടൊപ്പം ജീവിച്ചിരുന്ന ആരെങ്കിലുമൊക്കെ വിട പറഞ്ഞ വിവരങ്ങൾ ലഭിക്കാറുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ, നമ്മുടെ കൂടെ കല്യാണത്തിലൊക്കെ പങ്കെടുത്തവർ, നമ്മുടെ കൂടെ ഓടി നടന്നവർ, നമ്മളെപ്പോലെ കുട്ടികളും മക്കളും കുടുംബവും ഒക്കെ ഉള്ളവർ നമ്മെ വേർപെട്ടു പോവാറുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും സ്വർഗത്തിൽ ഇടവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരാഴ്ചയും മിമ്പറിലേക്ക് കയറുമ്പോൾ വ്യത്യസ്തരായ ആളുകളുടെ രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാറുണ്ട്. ചിലർ നമ്മൾ കാണാറുണ്ട്. അള്ളാഹു നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക്, പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു ശമനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എൻ്റെ അളിയൻ മലപ്പുറം ജില്ലയിലെ അരീക്കോട് നൂൽപുട്ട് ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന മദ്രസയിലെ അധ്യാപകനും നൂൽപുട്ട് ഉണ്ടാക്കുന്ന ആളുമായിരുന്നു. അപ്പോൾ സുബഹിൻ്റെ മുമ്പ് ചില ഹോട്ടലുകളിൽ അത് ഇടിയപ്പം, അതാണ് നൂൽപുട്ട് എന്ന് പറയുന്നത് കേട്ടോ, അതിരാവിലെ സുബഹി ബാങ്കിൻ്റെയൊക്കെ മുമ്പായിട്ട് എണീറ്റ ഉടനെ അത് ഉണ്ടാക്കി പ്രത്യേകമായി ചില കടകളിൽ നേരത്തെ എത്തിക്കും. അങ്ങനെ ഒരു 100 നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി ബൈക്കിൻ്റെ ബാക്കിൽ വെച്ച് കെട്ടി അരീക്കോട്ടിലേക്ക് പോകുന്ന സമയത്ത് പുത്തലം എന്ന സ്ഥലത്ത് വെച്ച് വണ്ടി ഇടിച്ച് അപകടത്തിൽപ്പെട്ടു. എതിരെ വന്നൊരു പിക്കപ്പ് വാനാണ് ഇടിച്ചത്. പുട്ടൊക്കെ ചിന്തിച്ചിതറി. ആളുകൾ കുറവായിരുന്നു. എങ്കിലും ആരൊക്കെയോ വാരി വലിച്ച് ഒരു വണ്ടിയിലിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. തൊട്ടടുത്താണ് മെഡിക്കൽ കോളേജ്. അവനെ ആളുകളൊക്കെ ഈ അപകടത്തിൻ്റെ ഇടയിൽ, എടുക്കുന്നതിനിടയിൽ അവൻ്റെ പെരടിയുടെ ഭാഗമൊക്കെ പൊട്ടി. ഞാൻ നാട്ടിൽ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ്
ആളുകൾ വന്നിട്ട് ഉസ്താദെ അളിയൻ എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ഓടിച്ചാടി മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ കുടുംബങ്ങളൊക്കെ വലിയ വിഷമത്തിലും ബേജാറിലും പൊട്ടിക്കരയുന്നുണ്ട്. പിഞ്ചു മക്കളുള്ള അവൻ്റെ ഭാര്യ, എൻ്റെ പെങ്ങൾ ആർത്ത് കരയുന്നുണ്ട്. ഞാൻ വന്ന് നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഇവിടെ തലയുടെ ഭാഗത്ത് നല്ലൊരു മുറിവുണ്ട്. അടുത്ത് ചെന്ന പാടെ എന്നെ കോളർ പിടിച്ച് വലിച്ച് ചെവിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് മൂത്രം ഒഴിക്കണം, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. അപ്പം ഞാനതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറ്റണില്ല, അവൻ ദേഷ്യപ്പെടുകയാണ്, ആരെയും അടുപ്പിക്കണില്ല, അവന് മൂത്രം ഒഴിക്കണം. മൂത്രം ഒഴിക്കാൻ പറ്റണില്ല. പാത്രം വെച്ച് കൊടുത്ത് നോക്കി, അതിനു വേണ്ടിയുള്ള സമ്മർദ്ദം ഉണ്ടാക്കി നോക്കി, ഞെക്കി കൊടുത്ത് നോക്കി, മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല. 11:30 മണിയായിട്ടുണ്ടാവും. തലേന്ന് രാത്രി മൂത്രമൊഴിച്ച് കിടന്നതാവും. ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അത്ര വ്യവസ്ഥാപിതമായി ഒന്നും പെട്ടെന്ന് കിട്ടൂലല്ലോ. ഏതായാലും ഓടിച്ചാടി ചെന്ന് അവസാനം ഒരു ഡോക്ടറെ കിട്ടി. ഒരു പൈപ്പ് ഇട്ടിട്ടാണ് മൂത്രം പിന്നെ ബക്കറ്റിലേക്ക് ഒഴിപ്പിച്ചത്. ഇന്നും അവനെ ചെന്ന് കണ്ടാൽ വണ്ടി ഇടിച്ച് തല പൊട്ടിയതോ 5 വർഷത്തോളം അവൻ അങ്ങനെ കിടന്നു. ഇപ്പം ആരോഗ്യവാനാണ്, വേറെ പ്രയാസങ്ങളൊന്നുമില്ല. അതേ ജോലിയുമായി തൃശ്ശൂരിലുണ്ട്. വർഷങ്ങളോളം അത് കിടന്നു. അതിൻ്റെ അനുഭവം പറയാൻ വേണ്ടി അവൻ പറഞ്ഞാൽ അവൻ പറയും, എന്നെ അപ്പോൾ ഏറ്റവും പ്രയാസപ്പെടുത്തിയത് വണ്ടി ഇടിച്ചതോ തല പൊട്ടിയതോ ആളുകൾ കൊണ്ടുവന്നതോ കൂട്ടത്തിലെ കുടുംബക്കാർ കരഞ്ഞതോ അല്ല, എനിക്ക് മൂത്രമൊഴിക്കാൻ കഴിഞ്ഞില്ല. മൂത്രം ഒഴിക്കുന്നത് ഇത്ര സിമ്പിളായ ഒരു കാര്യമായിരുന്നു എന്ന്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ എന്ത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്, റബ്ബിനെ തിരിച്ചറിഞ്ഞത് ഞാൻ അന്നാണ്. 80-കാരൻ്റെ ഒരു അനുഭവം എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി. രാത്രി ഭയങ്കര അസ്വസ്ഥത, മൂത്രമൊഴിക്കാൻ പറ്റണില്ല. കുറേ സമയമൊക്കെ കുട്ടികളെ അറിയിക്കാതെയൊക്കെ പോയി ബാത്റൂമിൽ പോയി ഇരുന്ന് നോക്കി, മൂത്രമൊഴിക്കാൻ പറ്റണില്ല. ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളെ വിളിച്ചുണർത്തി. നാഭിയുടെ ഭാഗത്ത് ഭയങ്കര വേദന, സങ്കീർണമായ വേദന. അവസാനം മക്കളെല്ലാവരും കൂടി വണ്ടിയൊക്കെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോയി. സംസാരശേഷി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയായി. അയാൾ പറയണ, എൻ്റെ ജനേന്ദ്രിയം മുറിച്ചു കളഞ്ഞാലോ എന്നെനിക്ക് തോന്നിപ്പോയി. പിന്നെ പരസ്പരം ചീത്ത പറയലും ദേഷ്യപ്പെടലും മാന്തിപ്പറിക്കലും. അവസാനം ഇതേപോലെ ഡോക്ടർ വന്ന് ആശ്വസിപ്പിച്ച് മൂത്രത്തിൽ പൈപ്പിട്ട് മൂത്രമൊഴിച്ചു കഴിഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രിയൊക്കെ കഴിഞ്ഞ് നേരം വെളുത്ത് ഡോക്ടർ വന്ന സമയത്ത് ഈ 80-കാരനായ മനുഷ്യൻ മുഖം പൊത്തി കരയാൻ. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, കരയണ്ട, ചെറിയ പ്രയാസം ഉണ്ടായതാണ്, ഒക്കെ മാറിയില്ലേ. കുടുംബങ്ങളും കുട്ടികളൊക്കെ വന്നിട്ട് ഡോക്ടറോട് നന്ദി പറഞ്ഞു. ഞങ്ങൾ എന്താ സംഭവിക്കുക എന്ന് മനസ്സിലായില്ല. ജീവനായ ബാപ്പ, അങ്ങനെയാണല്ലോ നമ്മുടെ ബാപ്പായിരുന്നു നമ്മുടെ. അപ്പൊ ആ ഉപ്പ നിറഞ്ഞ കണ്ണുകളുമായി അദ്ദേഹം പറഞ്ഞു, 80 വർഷമായി ഇടതടവില്ലാതെ മുടക്കില്ലാതെ പ്രയാസമില്ലാതെ ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മമാണിത്. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹം എന്താണെന്ന്. ഇടത്തെ കാല് വെച്ച് കയറണം എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. കയറുന്ന സമയത്ത് അറിഞ്ഞിട്ടും ഞാൻ ചൊല്ലിയിട്ടില്ല. നമ്മളും ചൊല്ലാറില്ല. നമുക്കതൊന്നും ചൊല്ലാനുള്ള നേരമില്ല. എന്തൊരു തിരക്കാണ് നമുക്ക്. അതൊക്കെ സുഖമായി ഒഴിച്ച്, നിന്നൊഴിക്കണമെങ്കിൽ നിന്നൊഴിച്ച്, ഇരുന്നൊഴിക്കണമെങ്കിൽ ഇരുന്നൊഴിച്ച്, അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതുകാല് വെക്കാൻ റസൂലുള്ളാഹി പറഞ്ഞതുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല കഴിഞ്ഞ 80 വർഷമായിട്ട്. മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാബ അഫനി എന്ന പ്രാർത്ഥന ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കത് ചൊല്ലാനും കിട്ടും, മഖറജ് തെറ്റാതെ ചൊല്ലാൻ കിട്ടും. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളത് പറയാറില്ല. നമ്മൾ എന്താ പറയല്? നമ്മത് പറയാൻ ശ്രമിക്കാറില്ല.
അറിയുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ, അറിയുന്ന ദിക്റുകൾ പോലും ചൊല്ലാൻ, അള്ളാഹുവിനെ തിരിച്ചറിയാൻ, പടച്ച റബ്ബിനെ കുറിച്ച് ആലോചിക്കാൻ, വേറെ എന്തൊക്കെ നമുക്ക് ആലോചിക്കാനുണ്ട്? വേറെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്? അള്ളാഹിനെ കുറിച്ച് നമുക്ക് ഓർക്കാൻ നേരല്ല, സമയമല്ല. അള്ളാഹ് പറഞ്ഞത് കേൾക്കാൻ വളരെ സിമ്പിളായ, വളരെ ലളിതമായ കാര്യങ്ങൾ പോലും എന്റെ റബ്ബ് പറഞ്ഞതാണ് എന്ന് ഓർത്തുകൊണ്ട് അത് നിർവഹിക്കാൻ നമുക്ക് തോന്നുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. ഞാൻ ഈ ആമുഖം പറയാനുള്ള കാരണം, അള്ളാഹിനെ പറ്റിയൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടോ? എൻ്റെ മൊത്തത്തിലുള്ള ഖുതുബകൾ നോക്കുകയാണെങ്കിൽ ഒരു 700-800ഓളം ഖുതുബകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഡയറിയൊക്കെ പരിശോധിച്ച് നോക്കി, ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. ഞാൻ ഖുതുബ എഴുതി വെക്കുന്ന ഒരാളാണ്. അള്ളാഹു എന്നൊരു വിഷയം ഇല്ല, പറഞ്ഞിട്ടില്ല. സംഗതി പറയുമ്പോഴൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ അള്ളാഹിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹിനെ പറ്റി പറയാൻ, അള്ളാഹിനെ പറ്റി പഠിക്കാൻ, അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ ആരാണ് അള്ളാഹ്? അള്ളാഹ് എവിടെ? എന്താ അള്ളാഹ്ക്ക് പണി? എന്തിനാ അള്ളാഹ് നമ്മളിങ്ങോട്ട് വിട്ടത്? ഫദ്കുറൂനി അദ്കുർക്കും അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർക്കണം കേട്ടോ, നിങ്ങൾ എന്നെ മറക്കരുത്, നിങ്ങൾ എന്നെ മറക്കരുത്. നിങ്ങൾ എന്നെ മറന്നാൽ ഞാൻ നിങ്ങളെയും മറക്കും, നിങ്ങൾ എന്നെ മറന്നാൽ ഞങ്ങളെയും മറക്കും. അതുകൊണ്ട് ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ ഓർക്കണേ. എന്നെ ഓർത്താൽ ഞങ്ങളെ ഓർക്കും. ഞങ്ങളെ ഓർത്താൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കല്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പിന്നെ പേടിയില്ല. നിങ്ങൾ എന്നെ ഓർക്കണം എല്ലാ സമയത്തും, സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും വിഷമത്തിലും ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും ആരോഗ്യമുള്ളപ്പോഴും രോഗിയാകുമ്പോഴും. രോഗിയാകുമ്പോൾ നമ്മൾ ഓർക്കും, എണീക്കുമ്പോൾ അല്ലാഹ് എന്നൊക്കെ പറയും, പിടിക്കും മക്കളെ സുബ്ഹാനല്ലാഹ് എന്ന് പറയും, വെയ്യല്ല പഠിച്ചോനെ പറയും. ആരോഗ്യമുള്ളപ്പോഴോ, കരുത്തുള്ളപ്പോഴോ, അഖ്മി സ്വലാത്ത, നിങ്ങൾ നിസ്കരിക്കണേ, നിങ്ങൾ നിസ്കരിക്കണേ, ലിദിക്രി, നാട്ടുകാർക്ക് വേണ്ടിയല്ല, വീട്ടുകാർക്ക് വേണ്ടിയല്ല, കുടുംബക്കാർക്ക് വേണ്ടിയല്ല, ഇന്നെ ഓർക്കാൻ വേണ്ടിയിട്ട്, ഇന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അള്ളാഹിനെ പറ്റി. അള്ളാഹുവിനെ പറ്റിയുള്ള ആലോചനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അള്ളാഹിനെ ഓർക്കാത്ത ആൾക്കാരുണ്ടല്ലോ, മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവർ, ബിംബാര ആരാധന നടത്തുന്നവർ. അവര് അള്ളാഹിനെ ഓർക്കുന്നതിനെ പോലെ, അതുപോലെ അവർ അവരുടെ ദൈവങ്ങളെ ഓർക്കുന്നു. സത്യല്ലേ? മുസ്ലിമല്ലാത്ത ഒരാൾ അമ്പലത്തിന്റെ വഴി പോകുമ്പോ വണ്ടി ഒന്ന് സ്ലോ ആക്കും. ക്രിസ്ത്യാനികൾ പള്ളിന്റെ കയ്യിൽ പോകുമ്പോ അവരൊരു കുരിശ് വരക്കും. ഒരു കുഞ്ഞു കുരിശാണെങ്കിൽ അവരൊന്ന് വരക്കും. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹ് പറയാ, സത്യവിശ്വാസികൾ എങ്ങനെയാണെന്നറിയോ? അങ്ങനെ കാട്ടിക്കൂട്ടുന്നവരല്ല. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും പ്രിയം, അശദ്ദു ഹുബ്ബൻ, കഠിനമായ ഇഷ്ടം ആരോടാ? അള്ളാഹുവിനോടാ. ഞാൻ നിങ്ങളും നമ്മളോട് തന്നെ ചോദിക്കണം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരാ? ഏറ്റവും പ്രിയം ആരോടാ? ഏറ്റവും പ്രിയം എന്തിനോടാ? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കണം, ഏറ്റവും പ്രിയപ്പെട്ടത് റബ്ബിനോടാണോ? അള്ളാഹനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? അള്ളാഹനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അള്ളാഹു എന്ന തലക്കെട്ടുള്ള ഒരു ഹദീസ് പഠിക്കാൻ, അള്ളാഹു എന്ന തലക്കെട്ടുള്ള ഒരു പുസ്തകം വായിക്കാൻ, അള്ളാഹിന്റെ നടപടിക്രമങ്ങൾ അറിയാൻ, അള്ളാഹിന്റെ ശിക്ഷയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും അറിയാൻ, അള്ളാഹിന്റെ പരീക്ഷണങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും പഠിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ല, പഠിച്ചിട്ടില്ല, പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും പരമമായ ഒരു സത്യം തന്നെയാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അത്തവക്കുൽ വത്തൗഹീദ് എന്നൊരു പാഠഭാഗമുണ്ട്. അതിൽ അദ്ദേഹം പറയാൻ, കണ്ണുകൾ സജ്ജലമാകുന്ന, ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്ന, ഹൃദയം പിടക്കുന്ന പഠനമാണ് അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാവേണ്ടത്. നിറയും ഇങ്ങനെ മനസ്സിൽ, എൻ്റെ റബ്ബ്, എൻ്റെ അള്ളാഹു, എനിക്ക് എൻ്റെ കുട്ടികളെ തന്ന അള്ളാഹു, സമ്പത്ത് തന്ന അള്ളാഹു, വീടിന്റെ മുന്നിൽ ദരിദ്രനായ പാപ്രച്ചൂട്ടായ അങ്ങേറ്റം പ്രയാസപ്പെടുന്ന ഒരു ദാരിദ്ര്യം ബാധിച്ചവന്റെ വിഷമങ്ങൾ കേൾക്കാൻ നിൽക്കാതെ തന്നെ അയാളെ പരിഗണിക്കാൻ തോന്നുന്ന ബോധമുണ്ടാകുന്നത് അള്ളാഹ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഖുർആൻ ഓതുമ്പോ, ആയത്തുകൾ കേൾക്കുമ്പോ, അള്ളാഹിനെ പറ്റി കേൾക്കുമ്പോ, ഖുതുബ കേൾക്കുമ്പോ ഈമാൻ വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും.
ഒരു ചെറിയ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മഹാദിസ് ബിൻ ഹക്കം എന്ന് പറയുന്ന ഒരു സ്വഹാബി, അദ്ദേഹത്തിന്റെ വീട്ടിൽ ആടിനെ മേച്ചിരുന്ന ഒരു പെൺകുട്ടി ആടിനെ മേച്ച് തിരിച്ചു വന്നപ്പോ ഒരാടിനെ കാണാനില്ല. അപ്പൊ അദ്ദേഹം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, ഒരാടെവിടെ പോയി? അപ്പൊ അവള് പറഞ്ഞു, ആ ആടിനെ ചെന്നായ പിടിച്ചു. ഞാൻ ആ കുട്ടിയുടെ മുഖത്ത് അമർത്തി ഒരു അടി അങ്ങോട്ട് കൊടുത്തു. ശ്രദ്ധിക്കണ്ടേ, നിന്റെ ശ്രദ്ധ ഇല്ലായ്മ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അത്രത്തോളം ചെയ്യേണ്ടിയിരുന്നില്ല. ഞാൻ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് വിവരങ്ങൾ അറിയിച്ചു, നബിയെ ഞാനിങ്ങനെ ഒരു പെൺകുട്ടിനെ അടിച്ചു പോയല്ലോ നബിയെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി പറഞ്ഞു, അവളെ വിളിച്ചിട്ട് വാ. അവളെ വിളിച്ചു കൊണ്ടുവന്നു. വളരെ സാധാരണക്കാരിയായ ആ പെൺകുട്ടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് നിന്നു. അള്ളാഹുവിന്റെ റസൂൽ ആ പെൺകുട്ടിയോട് ചോദിച്ചു, അയിൻ അല്ലാഹ്, അല്ലാഹ് എവിടെയാണ് മോളെ? അള്ളാഹു എവിടെയാണ്? ഖാലത് ഫിസ് സമാ, വാനലോകത്താണ് അള്ളാഹു. മൻ അന, ഞാനാരാന്ന് മനസ്സിലായോ? അന്ത മുഹമ്മദുർ റസൂലുള്ളാഹ്, അങ്ങ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഈ സ്വഹാബിയോട് പറഞ്ഞു, അഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, അവളെ മോചിപ്പിക്കണം. അവളെ ഇനി നിന്റെ അടിമയല്ല, നിന്റെ അടിമയാക്കാൻ പറ്റില്ല, അവളൊരു നല്ല വിശ്വാസിയാണ്, അവളെ മോചിപ്പിക്കണം. എന്താണ് നബിക്ക് മനസ്സിലായത് എന്ന് ഹദീസിലില്ല. ഒരുപക്ഷെ അവരുടെ നിഷ്കളങ്കമായ അള്ളാഹിനെ കുറിച്ചുള്ള ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആ കടുകടുത്ത വിശ്വാസത്തെ ബോധ്യപ്പെട്ടത് കൊണ്ടാവാം അള്ളാഹുവിന്റെ റസൂല് മോചനദ്രവ്യം കൂടി ആവശ്യപ്പെടാതെ അവളെ മോചിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ അല്ലേ. ആടിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഉമർ ഫാറൂഖ് ചോദിക്കുമ്പോൾ പറയണ്ടല്ലോ, മോനെ ഒരു ആടിനെ തരുമോ? ആടിനെ തരാൻ പറ്റില്ല, ആടിൻ്റെതല്ല, ആട് ഉടമസ്ഥൻ്റെതാണ്. ഉടമസ്ഥൻ്റെ കുഴപ്പമില്ലല്ലോ, കുറെ ആടുകളില്ലേ. ഏതെങ്കിലും ഒരു ആട് പോയാലും നിനക്ക് പൈസ കിട്ടിയ പോരെ, നിനക്ക് പറഞ്ഞാൽ മതിയല്ലോ ചെന്നായ പിടിച്ചു. മനുഷ്യ, ആ കുട്ടി ചോദിക്കാണ്, 9 വയസ്സുള്ള കുട്ടി, ഇത്രയും തല്ല താടി മീശയൊക്കെ വെച്ചിട്ട് അറിയില്ലേ? ആരും അറിയില്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. ആരും അറിയില്ല അങ്ങനെ പറയാൻ പറ്റും? അള്ള കാണൂലേ? ഇത്രയും വലിയ മനുഷ്യന്റെ അതറിയില്ല? റബ്ബ് കാണൂലേ? റബ്ബ് കാണുമെന്ന ബോധ്യം ഒരു 9 വയസ്സുകാരനായ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടാനുണ്ടായ ഈമാനികമായ ആവേശം. അങ്ങനെയൊക്കെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അള്ളാഹു എല്ലാം കാണുമെന്നറിയാൻ, അള്ളാഹു എല്ലാം അറിയാം, അള്ളാഹുവിനെല്ലാം കാണാം, അള്ളാഹു എല്ലാം കേൾക്കും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങളൊന്നും ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നമ്മൾ മര്യാദക്ക് ഖുർആൻ ഓതാത്തത്. അതുകൊണ്ടാണ് നമ്മൾ സമയത്തിനും കാലത്തിനും പള്ളിക്ക് വരാത്തത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഖുതുബ തുടങ്ങുന്ന സമയത്ത് എത്ര ആളുകളുണ്ട്? എത്രയോ സീറ്റുകൾ ഒഴിവാണ്, സഫുകൾ പൂർത്തിയാക്കിയിട്ടില്ല. ഏറ്റവും ബാക്കിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും, വേഗം പോകാൻ വേണ്ടി, ആദ്യം പോകാൻ വേണ്ടി. ഞാൻ ഇരിക്കുന്നവരെ കുറ്റപ്പെടുത്തിയതല്ല. വളരെ പ്രധാനമാണ് മനോഭാവം വളരെ പ്രധാനമാണ്. എന്താ വെള്ളിയാഴ്ച മറ്റെല്ലാ പരിപാടിയും ഒഴിവാക്കിയാൽ ഇന്നത്തെ ദിവസം ഞാൻ ഒന്നിനുമില്ല. മറ്റു പരിപാടികളും കച്ചവടമൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സാധിക്കാവുന്നതിന് പരമാവധി നേരത്തെ കാലത്തെ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് കഹ്ഫോദി ഏറ്റവും പുണ്യമുള്ള ദിവസമാണല്ലോ. ഞാൻ അതുകൊണ്ടാണ് മുഖദ്ദമയിൽ വെള്ളിയാഴ്ച കുറിച്ച് പറയാൻ കാരണം. അപ്പൊ അള്ളാഹിനെ കുറിച്ചുള്ള ധാരണ പെശക് നമുക്ക് നന്നായിട്ടുണ്ട്. അള്ളാഹുവിനെ അറിയുക. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ കുറിച്ച് അറിയുക. എന്റെ അടിമക്ക് എന്നെ കുറിച്ച് എന്താണോ വിചാരം അതന്നെയാണ് ഞാൻ. അള്ളാഹ് ഭയങ്കര സാധനമാണ്. നേരൊക്കെ ഉണ്ടാക്കി ആകെ ഇടങ്ങിറക്കി ഖബറും ശിക്ഷയും മലക്കുകളും ചോദ്യം ചെയ്യലും. ഇങ്ങനെ ഒരാൾ അള്ളാഹിനെ കുറിച്ച് വിചാരിക്കുന്നെങ്കിൽ അതന്നെയാണ് അള്ളാഹ്. അതേസമയം ഞാൻ മനസ്സിലാക്കുന്ന അള്ളാഹ് അങ്ങേറ്റം കാരുണ്യവാനാണ്. അബദ്ധത്തിലെങ്കിലും എന്റെ തെറ്റുകൾ പൊറുക്കുന്നവനാണ്. എനിക്ക് വേണ്ടി എന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ്. എന്നെ സംരക്ഷിക്കുന്നവനാണ്. എനിക്കെല്ലാം നൽകുന്ന അള്ളാഹുവാണ്. ഞാനിപ്പോ അങ്ങനെ ഇരിക്കുന്നത് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ടാണ്. നിങ്ങളവിടെ ഇരിക്കുന്നത് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ടാണ്. ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി എനിക്ക് എൻ്റെ റബ്ബിന്റെ തൗഫീഖ് വേണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയാതെ നീ ഒന്നും പറയരുത്. ഇൻഷാ അല്ലാഹ് പറയാതെ ഒന്നും പറയരുത്. നീ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ് പറയാതെ നീ അങ്ങനെ പറയരുത്. കാരണം റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാവണം. അലി ഹസൻ നദ്വിയുടെ ഖിറാഅത്തുർ റാഷിദ എന്നൊരു പുസ്തകത്തിൽ കസ്റത്തും മിനൽ ഖുദിൽ എന്ന ഒരു അപ്പത്തിന്റെ ഒരു ചീന്ത് എന്നൊരു പാഠഭാഗമുണ്ട്. അപ്പത്തിന്റെ ഒരു ചീന്ത്. ഒരു കുട്ടി അവന് കൊടുത്ത അപ്പമൊക്കെ തിന്നു. അതിനെല്ലാ അപ്പം തിന്നിട്ട് അവസാനത്തെ അപ്പം തിന്നുന്ന സമയത്ത് ഈ അപ്പം ഈ കുട്ടിയോട് സംസാരിക്കുകയാണ്. മകന, യാ സയ്യിദി
ഇന്നക ഗൈറ ജഅീന വഖദ് അകൽതു അഖവാതി. മോനെ ഇജ്ജ് മറ്റുള്ള അപ്പൊക്കെ തിന്നല്ലോ, എല്ലാ അപ്പം ഇജ്ജ് തിന്നല്ലോ, ഇനി ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കേ. ഈ അവസാനത്തെ അപ്പം പറയത്രേ, അഫല തുഹിബ്ബു അൻ നഖുസ്സ അലൈക ഖിസ്സതി, എനിക്ക് ഇഷ്ടാവോ എൻ്റെ കഥയൊന്ന് കേൾക്കാൻ? അവസാനത്ത് നിന്ന് അപ്പം പറയത്രേ, എനിക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ എവിടുന്നാ വന്നതെന്നറിയോ? ഏതോ ഒരു നാട്ടില്, വല്ല ബീഹാറിലോ ഉത്തർപ്രദേശിലോ അവിടെ എവിടെയോ ഉള്ളൊരു കർഷകൻ, അവൻ്റെ പാടം, അവൻ്റെ വയലിൽ അവിടെ കൃഷി ചെയ്ത് അങ്ങനെ വന്ന് 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 ഞാനൊരു അരിമണിയായി, എന്നെ കൊണ്ടുവന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ച്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ നിന്റെ തൊട്ടടുത്ത പ്രദേശത്തെ ആലത്തൂരിലെ നിന്റെ അടുത്തുള്ള ഒരു കടയിൽ ഞാൻ എത്തി. അവിടെ ഒരുപാട് ആളുകൾ കടയിൽ വന്ന് സാധനം വാങ്ങുന്നുണ്ട്. പക്ഷേ ഞാൻ അവരെ കൂടെ ഒന്നും പോവാതെ നിന്റെ കൂടെ തന്നെ ഞാൻ വന്നു. എൻ്റെ വീട്ടിലെത്തി. നിന്റെ വീട്ടില് ഇവിടെ വെച്ചിട്ട് നിന്നെ പാകം ചെയ്ത് നിന്റെ വീട്ടിലെ അംഗങ്ങളിൽ തന്നെ നിനക്ക് വേണ്ടി അല്ലെ ഒരുപാട് കർഷകനായി കറ്റയാക്കി മെതിച്ച് ചേറി പാറ്റി ഉണക്കി കുത്തിപ്പൊടിച്ച്, അങ്ങനെ ജീവിതത്തിൽ ഓരോ മനുഷ്യനും നേടിയെടുക്കുന്ന ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലെ ഒരു വറ്റടക്കം. അതുകൊണ്ടാണ് ഒരു വറ്റുപോലും കളയരുത് എന്ന് പറയാൻ കാരണം. ബാക്കിയാക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. ബർക്കത്തുള്ളത് അവസാനമാണ്. അള്ളാഹ് തീരുമാനിച്ചത്. നമ്മുടെ പേര് എഴുതിയിട്ടുണ്ടാവും. എന്നെ അടങ്ങുന്ന ചാക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇടയിൽ വണ്ടി മറിഞ്ഞപ്പോ കുറച്ച് അരി അവിടെ ചിന്തി. ആ ചിന്തിയ അരികൾ അവിടെയുള്ള ഉറുമ്പുകൾക്ക് വേണ്ടി അള്ളാഹു എഴുതി വെച്ചതാണ്. വമാ മിൻ ഹബ്ബത്തിൻ ഇല്ലാ കുതിബ അലൈഹാ ഇസ്മു അക്ലഹാ. നമ്മൾ കഴിക്കുന്ന ഓരോ വിത്തും ഭക്ഷണവും വെള്ളവും, ആ വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അതൊക്കെ ആര് കഴിക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന ആപ്തവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഥയെ അദ്ദേഹം വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാഹു തആല നിശ്ചയിക്കുന്ന ഒരു ധാന്യമണി, അത് സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിന്റെ തീറ്റക്കാരനെ അല്ലാഹു തആല നിശ്ചയിക്കുന്നു, അത് എഴുതി വെക്കുന്നു. അത് വേറെ എവിടെ പോയാലും അത് വട്ടം കറങ്ങി ഒടുവിൽ അത് ആരാണോ കഴിക്കേണ്ടത് അയാൾ അടുത്തേക്ക് തന്നെ അത് എത്തിപ്പെടുന്നു. നമ്മൾ കുടിക്കുന്ന വെള്ളം വമാ മിൻ ഖത്റത്തിൻ ഇല്ലാ കുതിബ അലൈഹാ ഇസ്മു ശാരിബിഹാ, അത് ആര് കുടിക്കണം, അതെങ്ങനെ കുടിക്കണം എന്ന് എഴുതി വെക്കുകയാണ് അല്ലാഹു തആല. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ മീൻ വാങ്ങാറുണ്ട്. ഏത് കടലിനാ മീൻ പിടിക്കണേ? എവിടുന്നാ കൊണ്ടുവരുന്നത്? മത്തി കുറേ വാങ്ങും, കുറഞ്ഞ പൈസക്ക് കിട്ടും. അപ്പൊ അതിൽ ഓരോ വീട്ടിലെ അംഗങ്ങൾക്കും 15 ആളുകളുണ്ട്. മത്തിയാകുമ്പോൾ ഓരോരുത്തർക്ക് 2 3 ഒക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ അത് വന്ന് എവിടേക്കോ വന്ന് അവിടെ എത്തി, നമ്മുടെ നാട്ടിലെത്തി, അവിടുന്ന് വാങ്ങി കൊണ്ടുവന്ന് ആ മത്തി ഞാൻ എന്നെ കഴിക്കണമെന്ന് അള്ളാഹ് എഴുതി വെച്ചതാന്ന് വിശ്വസിക്കാൻ ലോകത്താർക്ക് പ്രയാസം ഉണ്ടെങ്കിലും വിശ്വാസിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇല്ലാ ഫീ കുതിബ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. മുരിങ്ങ കുറേ ഇലകളുള്ള നമ്മൾ കഴിക്കേണ്ടത് അള്ളാഹു വിധിച്ചിട്ടുണ്ടാവും. ഈ അർത്ഥത്തിൽ അള്ളാഹു ഓരോ മനുഷ്യരും കാറ്റടിക്കുമ്പോൾ എത്ര ഇലകൾ ചാടുന്നു, എത്ര ഇലകൾ നിലനിൽക്കുന്നു അള്ളാഹു തീരുമാനിക്കുന്നതാണ്. എത്ര കൊമ്പുകൾക്ക്, എത്ര ഇലകൾക്ക് മറ്റുള്ളവർക്ക് തണലേകാൻ പറ്റും, എത്ര കാലം അത് നിലനിൽക്കും. ഈ അർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാനും അതനുസരിച്ച് വേറെ ആര് കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നു എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ജീവിതത്തിലെ ക്രയങ്ങൾ, ജീവിതത്തിലെ നടപടിക്രമങ്ങൾ, ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ അവർക്ക് സാധിച്ചാൽ, അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റിയാൽ, അങ്ങനെ അതിരാവിലെ ഉണരുമ്പോ ഉണർന്നെണീക്കുന്ന ആദ്യ നിമിഷം അന്നത്തെ പരിപാടിനെ കുറിച്ച്, അന്നത്തെ ബിസിനസിനെ കുറിച്ച്, അന്ന് നടക്കാൻ പോകുന്ന വലിയ കല്യാണത്തെക്കുറിച്ച്, അന്നത്തെ കലാപരിപാടികളെ കുറിച്ച് ഒക്കെ ആലോചിക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് അല്ലദീ യഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പ്രാർത്ഥിക്കാനുള്ള ബോധ്യമുണ്ടാവാൻ, എല്ലാ തിരക്കും കഴിഞ്ഞ് എല്ലാ പ്രയാസങ്ങളും കഴിഞ്ഞ് വൈകുന്നേരം ഭക്ഷണം കഴിച്ച് വീടിന്റെ ഉള്ളിലേക്ക് കിടന്ന് ബെഡ്റൂമിലെത്തി അവിടെ ഇരുന്ന് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ എന്ന് പറയാൻ,
അങ്ങനെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാവാൻ ഫഅലം, നീ അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇബാദത്തിന് അർഹനായി ആരും തന്നെ ഇല്ല. ഈ ലോകത്ത് വേറെന്തിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ, എല്ലാം അറിയണം, എല്ലാം നമ്മൾ അറിയണം, പക്ഷെ വേറെ എന്തിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹിനെ കുറിച്ച് അറിയാത്തൊരു വിശ്വാസം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹിനെ കുറിച്ച് അറിയാതെ പോകാൻ പാടില്ല. എല്ലാ കാര്യങ്ങളിലും റബ്ബിന്റെ ഒരു സാന്നിധ്യം തിരിച്ചറിയുക എന്നത് അള്ളാഹുവിന്റെ ധാരണയോടെ, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടല്ലാതെ ഇവിടെ ഒന്നും ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയില്ല എന്ന് മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ ഒരു അച്ചടക്കം ഉണ്ടാവും, സംസാരത്തിലൊക്കെ ഒരു സൂക്ഷ്മത ഉണ്ടാകും, ബന്ധങ്ങളൊക്കെ ഒന്ന് നന്നാക്കും. ബന്ധങ്ങളൊക്കെ ശിഥിലമായിട്ട് വലിയ അഭിമാനികളായി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കുടുംബബന്ധം മുറിച്ചവര്, ഭാര്യയുമായി പിണങ്ങിയ ആൾക്കാർ, ഭർത്താവിനോട് പിണങ്ങിയ ആൾക്കാർ, മക്കളുമായി പിണങ്ങിയ ആൾക്കാർ, ഏട്ടന്മാർ പിണങ്ങിയ ആൾക്കാർ, എന്നിട്ട് വലിയ കുപ്പായ കിട്ടും നല്ല വൃത്തിയിലും വെടിപ്പിലും ഓടി നടക്കുന്നവർ, ഞാനാണ് ശരി എന്ന് പറയുന്നവർ. ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അള്ളാഹിനെ കുറിച്ച് അവർ പഠിച്ചിട്ടില്ല, അള്ളാഹിന്റെ നടപടിക്രമങ്ങൾക്ക് അവർക്ക് അറിയില്ല. അറിയുന്നവർ അത് പരിഹരിക്കും. ഒരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ സ്നേഹത്തോടെ വേർപിരിയും. സ്വതന്ത്രമായി സ്വസ്ഥമായി മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കാൻ പറ്റണമെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവണം. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ തെറ്റ് ചെയ്യണമെന്നൊരു ചോദ്യമുണ്ട്. അതിന് ഒന്നാമത്തെ ചോദ്യം അള്ളാഹിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. അള്ളാഹുവിനെ അറിയുന്ന, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വളരെ ശ്രദ്ധേയമായ ഒരു പഠനമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, ഒരു ഹദീസിലുള്ളത്, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഒരാളെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതോടുകൂടി ആകാശത്തു നിന്ന് മേൽ താഴത്തേക്ക് വലിച്ചെറിയപ്പെടുന്നവനെ പോലെ നിസ്സഹായനാവുകയാണ്. അപ്പം അള്ളാഹിനെ കുറിച്ചുള്ള ബോധ്യമാണ് എപ്പോഴും അവിടെ മനസ്സിലുണ്ടാവേണ്ടത്. അത് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവണം, അത് നമ്മൾ ചർച്ചകളിൽ ഉണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹിനെ കുറിച്ച് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം. ഞാൻ ഒറ്റക്കല്ല എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടാവണം. എൻ്റെ ഒരു സുഹൃത്ത്, ബാബു എന്നാണ് അവൻ്റെ പേര്, വാപ്പാൻ്റെ ഏക മകനാണ്. വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബമാണ്. ഇസ്ലാമികമായൊക്കെ ചിന്തിക്കുന്ന, പിന്നെ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന നല്ല ചിട്ടയും വ്യവസ്ഥയൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ മകൻ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് വിചാരിച്ച് വാപ്പ ചില കാര്യങ്ങൾ കടുത്ത് പറയാറുണ്ട്. ഇത്ര റുപ്യ കൊണ്ടുവരണം, ഇത്ര റുപ്യ ഇവിടെ വേണം, അങ്ങനെയൊക്കെയാണല്ലോ വാപ്പാരുമാർ അങ്ങനെയാണ്. എന്തിനാന്ന് വെച്ചാൽ കുട്ടികൾ അതിനു വേണ്ടി പാകപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. കുട്ടിക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, വാപ്പ ഒരു പിടിവാശിക്കാരനാണെന്നൊക്കെ തോന്നാം. ഏതായാലും അവസാനം അവൻ ഒരുപാട് പരിപാടികളൊക്കെ നോക്കിയിട്ടൊന്നും വിജയിച്ചില്ല. ഒരു പരിപാടി നടത്തി ജീവിക്കേണ്ട അവസ്ഥ ഉള്ളവരുമല്ല. അത്യാവശ്യം സാമ്പത്തികമായ സംവിധാനവും തോട്ടമൊക്കെ ഉള്ള ആളാണ്. അവസാനം പിന്നെ അവൻ ബാപ്പാനോട് പറയും, എനിക്ക് നിങ്ങളൊരു ലോറി വാങ്ങിത്തരും, ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. ഞങ്ങളൊരു വീടിൻ്റെ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈവർമാരാണ്, ചെറിയ മക്കളടക്കം പെട്ടെന്ന് ഡ്രൈവിങ് പഠിക്കും. അങ്ങനെ ഒരു മോശമില്ലാത്ത അത്യാവശ്യം നല്ല ഒരു ലെവലിലെ ലോറിയൊക്കെ വാങ്ങിക്കൊടുത്തു. വളരെ സന്തോഷത്തോടു കൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ ഫാഷനാണല്ലോ. അങ്ങനെ ആ ലോറിയിൽ മണൽ കയറ്റി പോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ്റെ ആളും കൂടിയാണ്. പെട്ടെന്ന് പാപ്പ ചീത്തറിനാലൊക്കെ കരയും. വലിയ മനുഷ്യനാണ്, പക്ഷെ കരയും. അപ്പോൾ ലോറിയും കൊണ്ട് മണലും കൊണ്ട് പോകുന്ന സമയത്ത് പോലീസ് പിടിച്ചു. നിലമ്പൂർ വെച്ചിട്ട് പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മണൽ ലോറി അത് പിന്നെ പുഴയിൽ നിന്നൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞും അറിയാതൊക്കെ നടക്കുന്ന സംഗതികളാണ്. പോലീസ് പിടിച്ച് പിന്നെ വളരെ സങ്കടപ്പെട്ടു. 25,000 രൂപ, കുറച്ച് മുമ്പത്തെ സംഭവമാണ്, 25,000 രൂപ കിട്ടിയാലാണ് ലോറി കിട്ടുള്ളൂ എന്ന അവസ്ഥ വന്നു. ഇപ്പം ഞാൻ മദ്രസ വിട്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ ചില ദിവസം ഒരാഴ്ചയിൽ ഒന്നിച്ച് എല്ലാ ദിവസവും നിസ്കരിക്കാനുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. നമ്മുടെ കൂടുതൽ അങ്ങനെ ആൾക്കാരുണ്ടാവും. ഭയങ്കര നിസ്കാരം പ്രാർത്ഥനയൊക്കെ. പിന്നെ അത് കാണാതെയാവും. നമ്മൾ വിചാരിച്ച പോലെ ഉംറക്കും പോയതാണ്, അല്ല, നാട്ടിൽ തന്നെ ഉണ്ടാവും. നിസ്കാരമൊക്കെ ചുരുങ്ങിയിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ബേജാറും പ്രയാസം ഉണ്ടാവും, പിന്നെയും വരും. അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനാണ്. അപ്പോൾ അവിടെ അങ്ങനെ പള്ളിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നമസ്കരിക്കാൻ വന്നാണോ? അല്ലല്ല, ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അവിടെ ഇങ്ങനെ പാവമായിട്ട് പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലൊഹർ ബാങ്ക് കൊടുക്കാൻ വന്നപ്പോഴും അവിടെ ഉണ്ട്. ലൊഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത് പോയിരുന്നു. ബാബു എന്താ ഭയങ്കര വിഷമമൊക്കെ? വേറൊരു പ്രയാസത്തിലാണ് ഉസ്താദേ, അത് പോട്ടെ, വിഷയം പിടി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. നിസ്കാരം കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ച് വന്നപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്, പോയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ അല്പം മുകളിൽ പോയി തിരുനേരം കിടന്നൊക്കെ ഉറങ്ങി അസർ ബാങ്ക് കൊടുക്കാൻ വന്നപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്, എണീറ്റ് പോയിട്ടില്ല. അസർ നിസ്കാരം കഴിഞ്ഞ്
ശേഷം ഞാൻ ബാബുവിന്റെ അടുത്ത് പോയി നിന്നിട്ട് എന്താണ് സങ്കടം പറയും, പരസ്പരം പറഞ്ഞാൽ തീരുമല്ലോ. അവൻ പറഞ്ഞു ലോറി പോലീസ് പിടിച്ചു. അപ്പൊ അവനോട് കച്ചറോടി വാങ്ങിയ ലോറിയാണ്, വലിയ പ്രയാസത്തിലാണ്, 25,000 റുപ്യ കൊടുക്കാതെ ലോറി കിട്ടൂല, അപ്പൊ വീട്ടിലും കയറ്റൂല. അപ്പൊ ഞാൻ ചോദിച്ചു എന്നിട്ട് എന്താ ചെയ്യണ്, ആരോടെങ്കിലും പറഞ്ഞോ വിഷയം? ആ പറഞ്ഞു, കുഞ്ഞാക്കാനോട് പറഞ്ഞു. കുഞ്ഞാക്ക എന്ന് പറഞ്ഞാൽ അവിടുത്തെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്, പ്രധാനപ്പെട്ട നേതാവാണ്. പിന്നെ ആരോടാ പറഞ്ഞേ? പിന്നെ ഞാൻ ആര്യാടൻ കുഞ്ഞാക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആര്യാടൻ മുഹമ്മദ് പറയും, അറിയിരിക്കും, നിലമ്പൂരിന്റെ MLA, അദ്ദേഹത്തോടും പറഞ്ഞു. ഞാൻ ചോദിച്ചു പിന്നെ ആരോടൊക്കെ പറഞ്ഞു? പിന്നെ മയമാജിനോട് പറഞ്ഞു, പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവാണ്. പിന്നെ തങ്കച്ചായനോട് പറഞ്ഞു. പിന്നെ ഞാനങ്ങനെ പിന്നെ ചോദിച്ചു. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരോടും പിന്നെ ചോദിച്ചു പറഞ്ഞു. പിന്നെ നിങ്ങളോടും പറഞ്ഞു. ഞാൻ ചോദിച്ചു പിന്നെ അള്ളഹാനോട് പറഞ്ഞു. അള്ളഹാനോട് പറഞ്ഞു. അള്ളഹാനോട് ഞാൻ അത് അള്ളാഹ്ക്ക് അറിയാലോ, അള്ളാഹ് അറിഞ്ഞല്ലോ, അള്ളാഹ് അറിയാലോ. അള്ളാഹ് അറിഞ്ഞപ്പോ പറയാം ഇതിങ്ങനെ പ്രയാസത്തിൽപ്പെട്ട് അള്ളഹാനോട് ചെയ്ത് പറഞ്ഞോ? അള്ളഹാനോട് ഞാൻ അങ്ങനെ അല്ല, ഇവിടെ ഈ നേരം വരെ അവിടെ ഇരുന്നിട്ടും അള്ളഹാനോട് ഈ സംഗതി ഇവൻ പറഞ്ഞിട്ടില്ല. സംഗതി വലിയ വിഷമത്തിലാണ്. എനിക്കറിയോ, എൻ്റെ ലോറി പിടിച്ച നിമിഷം മുതൽ അള്ളാഹ് ആലമുൽ അർവാഹിലും മാലാഖമാരോട് പറയുണ്ടാവും, ഇതിൻ്റെ ഒരു ചെങ്ങായി, ഒരു പാവപ്പെട്ട ബാബു, ഓൻ്റെ ലോറി പോലീസ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ജലദോഷം ഉണ്ടായാൽ പോലും മണ്ഡലം കമ്മിറ്റിക്ക് വരാത്ത കുഞ്ഞാക്കാനോടും പല കാര്യങ്ങളിലും വലിയ അബദ്ധങ്ങൾ സംഭവിക്കുന്ന MLA-നോടും തങ്കച്ചായനോടും ജ്യോതിനോടും ഒക്കെ പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നോടൊന്നും പറയണ്ടേ? ഞാനല്ലേ ഓനെ നോക്കിയത്, ഞാനല്ലേ അവനെ പോറ്റിയത്, ഞാനല്ലേ അവന് ഭക്ഷണം കൊടുക്കുന്നത്, ഞാനല്ലേ അവന് ലോറി വാങ്ങിക്കൊടുത്തത്, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അള്ളാഹു പറയണ്ടാവില്ലേ ബാബു? എന്തൊരു കഷ്ടാണ് ബാബു. കരഞ്ഞുപോയി ബാബു. അവിടെ ഇരുന്നാൽ പ്രാർത്ഥിച്ചു. ഞാൻ പോയി ക്രിക്കറ്റൊക്കെ കളിച്ച് മഗ്‌രിബ് കൊടുക്കാൻ വന്നപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ലോറി കിട്ടിട്ടോ, ലോറി കിട്ടി. ഞാൻ പറയണ്ടോനോട് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും അള്ളാഹുവിൻ്റെ ചില സഹായങ്ങൾ. പക്ഷെ എന്ത് ചെയ്യില്ല, നമ്മളത് പറയില്ല. നമുക്കൊരു വേദന വന്നു, ഒരു തലവേദന വന്നു, നമ്മളെല്ലാവരോടും പറയും, പത്രക്കാരോട് പറയും, പാലാരോട് പറയും, ഭാര്യയോട് പറയും, കുട്ടികളോട് പറയും, എല്ലാവരോടും പറയും. അള്ളാഹോട് പറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു ഇതൊക്കെ ചർച്ച ചെയ്യും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന നമ്മുടെ രക്ഷിതാവാണ് അള്ളാഹു. അള്ളാഹിനെ പറ്റിയുള്ള ഒരു ഇഷ്ടം, ഒരു സ്നേഹം, കുറ്റം ചെയ്യുമ്പോഴുണ്ടാവുന്ന നാണം, എന്റെ റബ്ബത് അറിയാലോ പഠിച്ചവനെ, എന്നാലും ചിലപ്പോൾ സംഭവിച്ചു പോകും. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ റബ്ബിലേക്ക് സമർപ്പിക്കാൻ, റബ്ബിനെ ഇഷ്ടപ്പെടാൻ, റബ്ബിനെ സ്നേഹിക്കാൻ. നമ്മുടെ സ്നേഹം റബ്ബിനോടാവണം, ആദരവ് റബ്ബിനോടാവണം, ആരാധന റബ്ബിനോടാവണം, എല്ലാ റബ്ബിനെ. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒന്നും നടക്കൂലെങ്കിൽ പിന്നെ അള്ളാഹ് അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെ അടുത്തേക്ക് വരൂട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് പോകണ്ടെങ്കിൽ, അള്ളാഹിന്റെ അടുത്തേക്ക് പോകണ്ടെങ്കിൽ നമുക്ക് തോന്നിയ പോലെ ചെയ്യാമായിരുന്നു. എന്തായാലും അവിടെ ചെന്ന് ഹാജരാകേണ്ടി വരും, എന്തായാലും അവിടെ നിന്ന് പിടുത്തം പഠിക്കും. ആ ഒരു ധാരണ നമ്മുടെ ഹൃദയത്തിൽ എല്ലാ സമയത്തും ഉണ്ടാവേണ്ടതാണ്. ആ ബോധ്യം. ഇപ്പം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കമറുഖാനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചു. 2-3 ആഴ്ച മുതൽ വരെ നമ്മുടെ പള്ളിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വീൽ ചെയറിൻ്റെ കമറുഖയാണ്. നമ്മളെല്ലാവരും അവിടെ വാക്കി പോകുന്നതിന് ശേഷം നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, അവിടെ മലക്കുകൾ വന്നു. കമറുഖാനെ എണീപ്പിച്ചിരുത്തി. മലക്കുകൾ ചോദ്യം ചെയ്തു. അള്ളാഹുവിന്റെ മഹത്ത അനുഗ്രഹം ഉണ്ടെങ്കിൽ, കർമ്മങ്ങൾ അദ്ദേഹത്തിന്റെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നം ഉറങ്ങിക്കോ, ഇനി എനിക്ക് പ്രയാസമല്ല, ഇനി പ്രയാസങ്ങളില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇവിടെ നമ്മൾ അനുസ്മരണമൊക്കെ നടത്തി. അദ്ദേഹത്തെ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, ആമീൻ. നാളെ നമ്മളൊക്കെ അവസ്ഥ ഇതാണ്, ഇങ്ങനെ അവിടെ കൊണ്ടുപോയി കിടക്കും. അപ്പൊ നമ്മളെ കൂട്ടുകാരന്മാരും ഉണ്ടാവില്ല, നാട്ടുകാരും ഉണ്ടാവില്ല, കുടുംബക്കാരും ഉണ്ടാവില്ല, നമ്മുടെ അഹങ്കാരം ഉണ്ടാവില്ല, നമ്മുടെ ബന്ധം നഷ്ടപ്പെടുന്ന ഒന്നും ഉണ്ടാവില്ല. എന്തുണ്ടാവുള്ളൂ? നമ്മൾ നന്നായി ചെയ്ത് നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ആരാധനകളും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ബന്ധം മുറിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം. മരിച്ചാൽ പോകുമ്പോഴേക്കും പിന്നെ ഒന്നും ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് നമ്മെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ധാരണ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവുക. തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹുവിനോട് ഏറ്റു പറയാം. എത്ര കുറ്റം ചെയ്താലും അള്ളാഹ് പൊരുത്തപ്പെടും ചെയ്യും. പച്ച പാവാണ് നമ്മൾ അള്ളാഹ്. ഇത്ര പാവപ്പെട്ട ഒരു പടച്ചവൻ ലോകത്ത് വേറില്ല.
അത്രയും ഹൃദ്യമായി അടിമകളെ സ്നേഹിക്കുന്ന, അടിമകളെ ഇഷ്ടപ്പെടുന്ന, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നൽകുന്ന റബ്ബിനെ വിസ്മരിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഓരോ നേട്ടങ്ങളും ഇവിടുത്തെ ലാഭങ്ങളും ഇവിടുത്തെ ചില വട്ടവും വാശിയും ഈഗോയും കൊണ്ട് ബന്ധങ്ങൾ മുറിച്ച് നടന്നാൽ അത് വലിയ ദുരന്തത്തിലേക്കുള്ള യാത്രയാണ് എന്ന് തിരിച്ചറിയാൻ റബ്ബിനെ കുറിച്ചുള്ള ബോധ്യം അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച്, മരണത്തെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടേണ്ടി വരുമെന്ന ബോധ്യത്തോടുകൂടി, ഖബർ കടക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി പരിശുദ്ധരായ അവന്റെ അടിമകളിൽ, ദാസന്മാരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ, പ്രത്യേകിച്ചും ഖബറുക്ക അടക്കമുള്ള കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ നമ്മുടെ പള്ളിയിലെ ജീവനക്കാരൻ കൂടിയായ അബുക്കാന്റെ അമോശൻ കാക്ക, അദ്ദേഹത്തിന്റെ പേര് പിന്നെ അബ്ദുൽ മജീദ് മണ്ണാർക്കാട്, അത് ഇന്നലെ മരണപ്പെടുക. അമോശാക്ക എന്ന് പറഞ്ഞാൽ ഭാര്യ പിതാവ്. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ അദ്ദേഹത്തെയും നമ്മുടെ കുടുംബത്തിലുള്ള മരണപ്പെട്ടു പോയവരെയും എല്ലാവരെയും അള്ളാഹു പ്രത്യേകം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ തെറ്റുകളും വീഴ്ചകളും കുറവുകളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന നല്ലവരായ മനുഷ്യരിൽ അള്ളാഹു നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന് നാനാഭാഗത്തും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെ തിരിച്ചറിയുന്ന ഒരുപാട് ദാസന്മാരായ ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങൾ ദുർബലരായ ആളുകളാണ്. ഒരു ചെറിയ രോഗം വന്നാൽ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ആളുകളാണ്. ഒരുപാട് കുറവുകൾ ഞങ്ങൾക്കുണ്ട്. നാഥ, ഞങ്ങൾക്ക് നീ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നിന്നോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള ഇസ്സത്ത് നൽകി ഞങ്ങളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. നാഥ, നീ അവർക്ക് ശിഫ നൽകണമേ തമ്പുരാനെ. ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടും ഐസിയിലുള്ളവരുമായും ഒരുപാട് രോഗികളോട് വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ അവരെ പരിഗണിക്കണമേ തമ്പുരാനെ. കടം കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നീ അവർക്ക് നല്ല സാമ്പത്തിക ഭദ്രത നൽകണമേ തമ്പുരാനെ. വിദേശത്തൊക്കെ ജോലി നോക്കുന്ന ചെറുപ്പക്കാരുണ്ട്. നീ അവരെ പരിഗണിക്കണമേ തമ്പുരാനെ. പഠിച്ചവന് നല്ല പെൺകുട്ടികൾക്ക് നല്ല ഭർത്താക്കന്മാരെ നൽകി, പിന്നെ ആൺകുട്ടികൾക്ക് നല്ല ഇണകളെ നൽകി അവരുടെ കുടുംബജീവിതം ഭദ്രമാക്കി നീ അവരെ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വിവാഹങ്ങളൊക്കെ നിശ്ചയിച്ച ആളുകളുണ്ട്. ഏറ്റവും അപകടകരമായ വിവാഹങ്ങൾ, നിരന്തരമായി വിവാഹമോചനം നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിവാഹത്തോട് താല്പര്യമില്ലാത്ത തലമുറയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ ഞങ്ങളെ മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. എല്ലാത്തിനും ഉപരി പടച്ചവനെ, ഈ ലോകം വളരെ ചെറുതാണ്. ഇവിടുത്തെ ജീവിതം അതിനേക്കാൾ ചെറുതാണ്. വിശാലമായ പരലോക ജീവിതത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും രക്ഷ നൽകി ഞങ്ങളെ നീ വിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. എല്ലാത്തിനും ഉപരി മരിക്കുന്ന സമയത്ത് യാതൊരു ആശങ്കയുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ, രക്ഷിതാവേ, നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹു المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. أقم